കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA-യുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിലാണ് ഇപ്പോൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേരുടെ പരാതിയിലാണ് ഈ FIR ഇട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പരാതിക്കാരായിട്ടുള്ള 5 പേരും കേസിലെ മൂന്നാം കക്ഷികളാണ്. അതുകൊണ്ട് ഇവർക്ക് കേസുമായി നേരിട്ട് ബന്ധമില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ഗുരുതരമാണ്. BNS ആക്ടിലെ 78-ൽ 2, അതുപോലെ 351, പോലീസ് ആക്ട് 120 ഈ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി പെൺകുട്ടികളെ നിരന്തരമായി ശല്യം ചെയ്യുക, അതുപോലെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള സന്ദേശം അയക്കുക, പെൺകുട്ടികളെ ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തുക, ഇത്തരം വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കേസുകളിലെല്ലാം പരാതിക്കാരായിട്ടുള്ള 5 പേരും മൂന്നാം കക്ഷികളാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ പ്രായം പരാതിക്കാരുടെ ഈ ഇരകളായിട്ടുള്ളവരുടെ പ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് വ്യക്തമായി രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ 18 മുതൽ 60 വയസ്സ് വരെയുള്ളവരെന്നാണ് ഈ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 18 മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടവരെന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊരു കാര്യം, ഇതിൽ ഇരകളായിട്ടുള്ളവരുടെ പേര് വിവരങ്ങളോ അഡ്രസ്സോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും സ്ഥലം തിരുവനന്തപുരമാണെന്ന് കൂടി ഈ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 5 പേരുടെയും പരാതി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഈ FIR കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മോത്തി, ഹായ്, നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം, എല്ലാവർക്കും തിരുവോണ ആശംസകൾ. എന്തുകൊണ്ടാണ് ഈ തിരുവോണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് കോടതിയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ച് പരാതിക്കാരെ അന്വേഷിച്ച് നടന്നു, തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസ് നടന്നു, അവസാനം FIR ഇട്ടു. ആ FIR കോടതിയിൽ സമർപ്പിച്ചു. ആ FIR പാടെ കോടതി തള്ളിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പോലീസിനെതിരെ രൂക്ഷ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കോടതി ചോദിച്ച സുപ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളോട് ആരാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇരകളെ പോലും കണ്ടെത്താനും അവരെ ഐഡന്റിഫൈ ചെയ്യാനും കഴിയാതെ ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ ഗുരുതര ആരോപണങ്ങൾ, ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു FIR ഇട്ട് അത് കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ ആരാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? നിങ്ങൾക്ക് മേൽ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു FIR തയ്യാറാക്കിയ കോടതിയിൽ കൊണ്ടുവന്ന് തരാൻ? നിങ്ങൾക്ക് നാണമില്ലേ? സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും നടക്കുന്ന ഊഹാപോഹങ്ങളുടെ പിറകെയാണോ പോലീസ് എന്നുള്ള ചോദ്യമാണ് കോടതി നടത്തിയിരിക്കുന്നത്. വളരെ സുപ്രധാനമായ ചോദ്യം. FIR പാടെ കോടതി തള്ളിയിരിക്കുകയാണ്. പോലീസിന് മേൽ സമ്മർദ്ദങ്ങൾക്ക് മേൽ സമ്മർദ്ദം, പോലീസിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ എടുത്തിരിക്കുന്ന കേസും അതിന്മേൽ FIR ഇട്ട് ആ FIR സമർപ്പിച്ചിരിക്കുന്ന FIR-ഉം പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദവും അതുപോലെ കനത്ത തിരിച്ചടിയുമായിരിക്കുകയാണ്. പോലീസ് ഈ കേസിൽ FIR-ൽ ആരോപിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സ്ത്രീകളെ സോഷ്യൽ മീഡിയകളിൽ പിന്തുടർന്ന് ശല്യം ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഫോണിലൂടെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അതിനപ്പുറം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുള്ള സന്ദേശങ്ങൾ അയച്ചു എന്നുള്ളതാണ്. ഇതാണ് പോലീസ് ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ, അല്ലെങ്കിൽ രാഹുലിന് മേൽ ചുമത്തി ചാർത്തി നൽകിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, അതുപോലെ ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. ഈ സന്ദേശങ്ങൾ അയച്ചു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, ശല്യം ചെയ്തു എന്നൊക്കെ പോലീസ് കുറ്റം ചാർത്തി രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കുമ്പോ ആരോടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പോലീസിന് ഉത്തരമില്ല. അവരുടെ പേരുകൾ FIR ഇല്ല. സാധാരണ ഇത്തരത്തിൽ ഇരകളുടെ പേരുകൾ ഉണ്ടാവാറുണ്ട്, അഡ്രസ്സുകൾ ഉണ്ടാവാറുണ്ട്, അവരുടെ പ്രായം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എല്ലാ വിധ കാര്യങ്ങളും FIR-ൽ ഉണ്ടാവാറുണ്ട്. ബട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന ഈ ഒരു കുറ്റാരോപണത്തിൽ, ഈ ഒരു FIR-ൽ ഇത്തരത്തിൽ ഇരകളുടെ പേരില്ല, അവരുടെ അഡ്രസ് ഇല്ല, അവരുടെ നാടില്ല, അവരേത് ജില്ലക്കാരാണെന്നില്ല, എന്തിന് അവരുടെ പ്രായം പോലുമില്ല. എല്ലാം ഊഹാപോഹങ്ങൾ മാത്രം. അഡ്രസ് വേണ്ട സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത് വെറും തിരുവനന്തപുരം എന്ന് മാത്രം. അതൊരു ഊഹാപോഹമാണ്. അതായത് പോലീസിന് ഇത്ര ദിവസം അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തിരുവനന്തപുരം, ഒരു കോമൺ പ്ലേസ് തിരുവനന്തപുരം. ഇനി ഇവരുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ പോലീസിന്റെ കയ്യിൽ ഉത്തരമുണ്ടോ? അതില്ല. 18-നും 60-നും ഇടയിലുള്ള സ്ത്രീകൾ എന്ന് അത് പറയുന്നത് 60 വയസ്സുള്ളവരെ പീഡിപ്പിച്ചു എന്നല്ല.
ഇത് പോലീസിന് വ്യക്തമായ ആൻസർ ഇല്ലാത്തത് കൊണ്ട് ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ 18-നും 60-നും ഇടയിലുള്ളവർ എന്നുള്ളത് എഴുതി ചേർത്തിരിക്കുകയാണ്. ആൻഡ് ഇവരുടെ പേരുകളുണ്ടോ, ഇരകൾ ആരാണെന്നുള്ളതുണ്ടോ? ഇല്ല. പിന്നെ ഈ FIR ഇട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ കേസുമായി ബന്ധമില്ലാത്ത കുറെ സഖാക്കളായിട്ടുള്ള പൊതുരംഗത്തും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്ന പലരും നൽകിയ അടിസ്ഥാനത്തിൽ, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരത്രയും ഇതിൽ മൂന്നാം കക്ഷികളാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിചിത്ര സ്വഭാവം എന്ന് പറയുന്നത്. സാധാരണ കേസുകളിൽ മൂന്നാം കക്ഷികൾ ഉണ്ടാവാറുണ്ട്, ബട്ട് അവിടെ 1ഉം 2ഉം കക്ഷികൾ ഉണ്ടാവാറുണ്ട്, ഇരകൾ ഉണ്ടാവാറുണ്ട്, കുറ്റാരോപിതർ ഉണ്ടാവാറുണ്ട്. ഇതിൽ കുറ്റാരോപിതനുണ്ട്, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരോപിച്ചിരിക്കുന്നത് സ്ത്രീകളെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന്. നിങ്ങൾ ആ വാക്കുകളൊന്ന് പരിശോധിക്കണം. സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ ഒരാൾ ഒരു മെസ്സേജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പോസ്റ്റുകൾ നമ്മൾ കാണണമെങ്കിൽ, അയാളെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു മാർഗമാണ് ഫോളോ എന്ന് പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ അതിനെ ചിത്രീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തോ ഒരു വലിയ കുറ്റവാളിയാക്കുവാനുള്ള ശ്രമം, അതിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്യുക. 2, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുകൊണ്ട് മെസ്സേജുകൾ ചെയ്യുക. അവിടെയാണ് കോടതി ചോദ്യം, ആരാണ് ഗർഭിണി, ആരെയാണ് നിർബന്ധിച്ചത്? അതിനുത്തരമില്ല. പിന്നെ സ്ത്രീകളെ അശ്ലീല മെസ്സേജുകൾ സ്ത്രീകൾക്ക് അയക്കുക. ഈ അശ്ലീല മെസ്സേജുകൾ അയച്ച സ്ത്രീകൾ ആരാണ്? ഏത് സ്ത്രീക്കാണ് അത്തരത്തിൽ അശ്ലീല മെസ്സേജുകൾ അയച്ചത്? എവിടെ എന്നിട്ട് ആ അശ്ലീല മെസ്സേജുകൾ? അതിനും ഉത്തരമില്ല. ആരാണ്? ഇവരുടെ പേരുകളില്ല, അഡ്രസ് ഇല്ല, നാഥനില്ല, ഊരില്ല, പേരില്ല, അച്ഛനില്ല, അമ്മയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ചോദിച്ചത്, ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു കുറ്റങ്ങൾ ആരോപിച്ച് ഇത്തരത്തിൽ ഒരു FIR കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ ആരാണ് നിങ്ങളെ നിർബന്ധിച്ചത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന ചോദ്യം കോടതി ഉയർത്തിയിരിക്കുകയാണ്. കോടതി പോലീസിന്റെ FIR പാടെ തള്ളി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ തിരുവോണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. പോലീസും സർക്കാരും ഒക്കെ അവർക്ക് താല്പര്യങ്ങളുണ്ടാവും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ കണ്ണിലെ കരടാണ്. ഇവർക്കുള്ള എല്ലാ മറുപടിയും, കോൺഗ്രസുകാർ നൽകേണ്ട എല്ലാ മറുപടിയും ഒറ്റക്ക് നിന്ന് പാർട്ടിയെ പ്രതിരോധിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സഖാക്കളുടെ, പിണറായി വിജയന്റെ, ഇവിടുത്തെ സഖാക്കളുടെ ഒക്കെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങൾ, അഭ്യൂഹങ്ങൾ മാത്രമുള്ള ഒരു FIR. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യമായിട്ട് പോലീസിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു FIR ഉണ്ടാവുന്നത്. കാരണം ഇര ആരാണെന്ന് പോലീസിന് അറിയില്ല. ഇരയുടെ പേരോ പ്രായമോ നാടോ അഡ്രസ്സോ മേൽവിലാസമോ ഒന്നും അറിയില്ല. അവരുടെ വയസ്സറിയില്ല. എല്ലാം ഊഹാപോഹങ്ങൾ മാത്രം. ഇതുകൊണ്ടാണ് കോടതി ചോദിച്ചത്, എന്ത് കണ്ടിട്ടാണോ നിങ്ങൾ ഈ FIRുമായിട്ട് കോടതിയുടെ മുന്നിൽ എത്തിയത് എന്ന്. സുപ്രധാനമായ ചോദ്യം. എല്ലാ FIRിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തള്ളിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ തിരുവോണനാൾ എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ അണപൊട്ടിയ സന്തോഷം. ഇന്ന് രാവിലെ ഈ ഒരു വാർത്ത നമ്മുടെ കാതിലേക്ക് എത്തിയപ്പോൾ വലിയ സന്തോഷം. കാരണം നാളെയാണ് തിരുവോണം. ആ തിരുവോണ നാളിൽ ഇത്രയേറെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത എനിക്ക് കേൾക്കാനില്ല. ഈ 2025 ഈ തിരുവോണ നാൾ എന്നും ജീവിതത്തിൽ ആയുസ് അവസാനിക്കുന്നത് വരെ ഓർത്തു വെക്കുന്ന ഒരു സ്പെഷ്യൽ തിരുവോണ നാളായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ തിരുവോണമായിരുന്നു. ഈ തിരുവോണം 2025 തിരുവോണം അത് രാഹുൽ മാങ്കൂട്ടത്തിലേതാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. അയാൾ തിരിച്ചു വരികയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, പാലക്കാടിന്റെ മണ്ണിലേക്ക്, തന്നെ വിജയിപ്പിച്ചു വിട്ട പാലക്കാടിന്റെ സാധാ ജനങ്ങളുടെ മുന്നിലേക്ക് അയാൾ തിരിച്ചു വരികയാണ്. കൊത്തിക്കീറാൻ, വേട്ടയാടാൻ ഇവിടെ മാധ്യമങ്ങളടക്കം മുന്നിലുണ്ടായിരുന്നു. തെളിവുകൾ ഉണ്ടാക്കാൻ, പരാതിക്കാരെ ഉണ്ടാക്കാൻ, സാങ്കല്പിക പരാതിക്കാരെ ഉണ്ടാക്കാൻ മാധ്യമങ്ങളായിരുന്നു പോലീസിനേക്കാൾ മുന്നിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ തടസ്സങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അജയ്യനായിക്കൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തുന്നു. ഇതിലേറെ സന്തോഷം ഈ തിരുവോണ നാളിൽ മറ്റെന്താണ്?
അതാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഓർമ്മിക്കുന്ന തിരുവോണനാൾ എന്നാണെന്ന് ചോദിച്ചാൽ അത് 2025 തിരുവോണനാൾ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രയേറെ ഉറപ്പോടുകൂടി ഞാൻ പറയുന്നു, ഒരു തർക്കവുമില്ല. പോലീസ് സമ്മർദ്ദങ്ങളിലാണ് എന്നുള്ള കാര്യം, നമ്മൾ പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നു. ബട്ട് അതിപ്പോ കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇരകൾ ആരാണെന്നറിയാതെ, അവരുടെ ഊരും പേരും മേൽവിലാസങ്ങളും അറിയാതെ പോലീസ് ഒരു FIR ഇട്ടുകൊണ്ട് അത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നാണക്കേട് കേരള പോലീസിന് അവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. പോലീസിന് പിന്നെ അവരുടെ പണിയെടുക്കാൻ ഇരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അതിനു മാത്രമുള്ള സമ്മർദ്ദങ്ങളാണ് മുകളിൽ നിന്ന് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രഷറുകൾ അത്രമാത്രമാണ്. എന്താണ് പ്രഷർ? രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടണം, രാഹുലിനെ അറസ്റ്റ് ചെയ്യണം, രാഹുലിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടണം. ഇതാണ് മുകളിൽ നിന്നുള്ള ആജ്ഞാപനം, വിജ്ഞാപനം, മുന്നറിയിപ്പ് അല്ലെങ്കിൽ നിർദ്ദേശം. അപ്പൊ മുകളിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോ മാധ്യമങ്ങൾ വീണ്ടും അതിനെ വളച്ചൊടിക്കുകയാണ്. ഒരു മര്യാദയുമില്ലാത്ത മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ആദ്യം കേട്ട ആ റിപ്പോർട്ടിംഗ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ പോലീസ് പറയുന്നത് 18-നും 60-നും മധ്യേയുള്ളവരാണെന്ന്. അപ്പോ അതിന്റെ ആ ഒരു റിപ്പോർട്ടിംഗ് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ മാധ്യമ പ്രവർത്തകൻ പറയുന്നു, ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് രാഹുലിന്റെ ഇരകളായിട്ട് 60 വയസ്സ് വരെ പ്രായമുള്ളവർ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത്. എടോ പൊട്ട, എടോ മാമാപ്പണിക്കാരാ, എടോ കൂട്ടിക്കൊടുപ്പുകാരാ, എടോ പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തമായ ധാരണയില്ല. പോലീസ് കോടതിയുടെ മുന്നിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാ 18-നും 60-നും മധ്യേ എന്ന് പറയുന്നത്. പോലീസിന് ഇപ്പോഴും അറിയില്ല ആ പരാതിക്കാരാരാണെന്നോ അവരുടെ പ്രായം എന്താണെന്നോ. പിന്നെ മാധ്യമ പ്രവർത്തകൻ പറയുന്നു, അഡ്രസ് തിരുവനന്തപുരം എന്നാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് നിന്നുള്ളവരാണ് എന്ന്. അവിടെ തിരുവനന്തപുരത്ത് നിന്നാണോ ആരോപണം ഉന്നയിച്ചവരൊക്കെ നിങ്ങളുടെ മുന്നിലില്ലേ? നിങ്ങളല്ല ആരോപണക്കാരെ ഉണ്ടാക്കിയെടുത്തത്. അവരൊക്കെ തിരുവനന്തപുരം ജില്ലക്കാരാണോ? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണോ? അവരുടെ നാട്, ദേശം തിരുവനന്തപുരമാണോ? ഇവരൊന്നും തിരുവനന്തപുരക്കാരല്ലോ. പിന്നെ എങ്ങനെയാണോ ഇവരൊക്കെ തിരുവനന്തപുരത്ത് നിന്നുള്ളവരാകുന്നത്? അപ്പോ ഇതൊന്നും ഒരു വ്യക്തതയും ഇല്ലാതെ, ഒരു തെളിവുമില്ലാതെ, ഒന്നുമില്ലാതെ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് എഴുതി കൊടുത്തതാണ്. അതാണ് കോടതി ചോദിച്ചത്, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഊഹാപോഹങ്ങൾ, അഭ്യൂഹങ്ങൾ, നിങ്ങളുടെ ഇമാജിനേഷനുകൾ എഴുതി പിടിപ്പിച്ച് കൊണ്ടുവന്ന് കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചത്? എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്? ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് എന്നുള്ള സുപ്രധാന ചോദ്യം കോടതി ഉന്നയിക്കുന്നത് അവിടെയാണ്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത രാഹുലിനെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യണം, അയാളെ അപമാനിക്കണം, അയാളെ പൊതുസമൂഹത്തിൽ ഇല്ലാതെയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇതാണോ മാധ്യമ പ്രവർത്തനം? എന്ത് ചെറ്റത്തരമാണ് നിങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം? ഇങ്ങനെയാണോ അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനം? ഇതാണോ വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനം? ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? ഇതിന് ഞങ്ങൾ നാട്ടിൽ പറയുന്ന പേരുണ്ട്, കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന്, അല്ലെങ്കിൽ മാമാ പണിക്കാരൻ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അതല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഇങ്ങനെ വേട്ടയാടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വേട്ടയാടലുകൾ നടത്തുന്നത്? ഇപ്പോ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് പോലീസ് സോഷ്യൽ മീഡിയകളിൽ വന്ന വോയിസ് ക്ലിപ്പുകളും അതുപോലെ ഫോൺ സംഭാഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും പടച്ചുവിട്ട ആ ഒരു വോയിസ് ക്ലിപ്പുകളൊന്നും കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയില്ല എന്ന്? അതൊക്കെ AI നിർമ്മിതമാണ് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. ഈ പുറത്ത് വന്നിരിക്കുന്ന തെളിവുകളൊക്കെ AI നിർമ്മിതമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് തെളിയിക്കാനുള്ള, ശാസ്ത്രീയമായി തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് എന്നുള്ളതാണ്. എന്നിട്ടാണ് ഈ കേസും FIR-ഉം ഇട്ട് രാഹുലിനെതിരെ എന്താ പറയണ്ടേ, സോഷ്യൽ മീഡിയയിലെ പിന്തുടർന്ന് ശല്യം ചെയ്തു, അശ്ലീല മെസ്സേജുകൾ അയച്ച് നിർബന്ധിച്ചു, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറ്റങ്ങൾ ആരോപിച്ച് രാഹുലിന്റെ തലയിൽ ഇത്തരം കുറ്റങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നത്.
ഒരു തെളിവുകളുമില്ല, ഒരു അടിസ്ഥാനവുമില്ല, ഒരു വസ്തുതയുമില്ല. ആരാണ് ഇര എന്ന് പോലും അറിയാതെ പോലീസ് നട്ടം തിരിയുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇതാണോ മാധ്യമ പ്രവർത്തനം? എടോ ചെറ്റകളെ, നിങ്ങൾക്കെല്ലാം വേറെ വല്ല പണിക്കും പോയിക്കൂടോ.